അതാണ് ഉത്സവത്തിൻ്റെ അപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും പല രീതിയിലുള്ള ഉത്സവങ്ങളാണ് ഉണ്ടാക്കുന്നത്. തറവാട് ക്ഷേത്രങ്ങളിൽ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ കെട്ടിയാട്ടങ്ങളാണ് കൂടുതൽ. തിറ മഹോത്സവമാണ് ഈ മലബാർ ഏരിയയിൽ ഒരുവിധം കുടുംബക്ഷേത്രങ്ങളുണ്ട്. അല്ലാത്ത ഇതുപോലെ തന്നെ നാഗപ്പാട്ടുത്സവം, അതുപോലെ തന്നെ കളമ്പാട്ടുത്സവമൊക്കെ കുറഞ്ഞ ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. ഏതായാലും നമ്മളെ ഈ ഉത്സവം നാളെ ഉച്ചയോടുകൂടി സമാപിക്കുന്നു. ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഉത്സവം എന്താണ്? അപ്പോൾ ചൈതന്യം പുറത്തേക്ക് ഒഴുകുക എന്ന ഒരു സങ്കല്പമാണ് ഉത്സവം എന്ന വാക്കിനർത്ഥം. കുടുംബക്ഷേത്രങ്ങളിൽ ഉത്സവം കഴിഞ്ഞാൽ ഏഴാം പൂജ എന്നുള്ള ഒരു സങ്കല്പമുണ്ട്. അതേ സ്ഥാനത്ത് പ്രാദേശികമായ ക്ഷേത്രങ്ങളിൽ താന്ത്രിക വിധി പ്രകാരമുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ആചരണങ്ങൾ മറ്റൊരു രീതിയാണ്. ഉത്സവം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ സപ്തശുദ്ധി പുണ്യാഹം കഴിഞ്ഞു പൂജ തുടരുന്ന. കുടുംബക്ഷേത്രങ്ങളിൽ സാധാരണഗതിയിൽ ഏഴാം പൂജ എന്നൊരു സങ്കല്പം. ഇവിടെ എങ്ങനെയാണ് കൊണ്ടാടാറെന്ന് അറിയില്ല. ഏഴാം പൂജ രീതിയാണോ അറിയില്ല. ഏതായാലും രണ്ട് രീതിയിലും ആചരിക്കാറുണ്ട്. കുടുംബക്ഷേത്രങ്ങൾ മിക്കവാറും ഏഴാം പൂജ തന്നെ ഉണ്ടാകും. അപ്പോൾ 7 ദിവസം, 7ാമത്തെ ദിവസം ശുദ്ധി ചെയ്ത് പൂജ പുനരാകുന്നുണ്ട്. അപ്പോഴേ നമ്മളെ ആചരണങ്ങളെ പറ്റിയും അതേപോലെ തന്നെ നിത്യ അനുഷ്ഠാന കർമ്മങ്ങൾ എങ്ങനെയായിരിക്കണമെന്നെ പറ്റിയാണ് നമ്മളിപ്പോൾ പ്രഭാഷണമായിട്ടല്ല കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാൻ ഉദ്ദേശിച്ചു. അധികാരികമായിട്ട് പ്രഭാഷണം ചെയ്യാനൊന്നും ഞാൻ അത്ര പ്രാപ്തമൊന്നുമില്ല, അത്ര അറിവുമില്ല. നിങ്ങളെ പോലെ തന്നെ അത്രയൊക്കെ തന്നെയുള്ള അറിവ്. അപ്പോൾ നമ്മൾ ഒരു കുടുംബക്ഷേത്രം എങ്ങനെയായിരിക്കും പൂർവികന്മാർ നമുക്ക് നൽകിയിട്ടുള്ളത് അല്ലെങ്കിൽ ആചരിച്ചു പോകുന്നത്, ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നത്. അതിന് നാം ആരാണ്, കുടുംബം ഏതാണ്, പരദേവത എന്താണ്, അല്ലെങ്കിൽ കുലദേവത എന്താണ്, ഈ 3 കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കിയാൽ ഒരു കുടുംബത്തിലെ കുടുംബം നമ്മളും ദേവതയും എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. നാം ആരാണെന്ന് അറിയണമെങ്കിൽ കുടുംബം ഏതാണ്. പുരാതന കാലം മുതൽ നമ്മളെ പൂർവികന്മാരൊക്കെ കൂട്ടുകുടുംബ വ്യവസ്ഥയിലായിരുന്നു. ഒരു തറവാട്, അതിനോടനുബന്ധിച്ച് അച്ഛൻ, മുത്തച്ഛൻ എന്നുവേണ്ട ഒരു 10-15 പേരടങ്ങുന്ന അല്ലെങ്കിൽ അതിൽ കൂടുതൽ അടങ്ങുന്ന ഒരു വലിയൊരു തറവാട്. ആ തറവാട് ഒന്നിച്ച് താമസിക്കുന്ന രീതിയാണ് കൂട്ടുകുടുംബം. ഇപ്പോൾ ഒക്കെ മാറി അണുകുടുംബ വ്യവസ്ഥയിലേക്ക് മാറി. അന്ന് കാരണവരെ അനുഷ്ഠിച്ചു പോകുന്ന ആചരണങ്ങൾ, കുലാചരണം, കുലദേവത, ഉപാസനാ ആചരണത്തിലൂടെയും കുടുംബങ്ങൾക്ക് വഴികാട്ടി തന്ന കാരണമാണ്. ഇന്ന് മിക്കവാറും തറവാടുകളൊക്കെ അല്ലെങ്കിൽ പൊളിഞ്ഞു നശിച്ചിട്ട് പല കുടുംബ
നശിക്കും. തറവാട് നശിക്കും, അല്ലെങ്കിൽ കാരണവര് ആ തറവാട് നിൽക്കുന്ന ഭൂമി ഇന്നത്തെ അവസ്ഥയിൽ പടുകൂറ്റൻ ബിൽഡിങ്ങുകളും അല്ലെങ്കിൽ സമുച്ചയങ്ങളൊക്കെ കെട്ടിപ്പടുത്ത് ആ തറവാട് നിൽക്കുന്ന വലിയ കെട്ടിടങ്ങൾ മാത്രം അവിടെ പൂർവികമായി ഉണ്ടായിരുന്ന തറവാട് ഇല്ലാതെ ആ തറവാട് പരിപാലിച്ച് അല്ലെങ്കിൽ നിയന്ത്രിച്ച് ആ കുടുംബത്തെ നേർവഴിക്ക് നയിച്ചിരുന്ന കാരണവരെ നമ്മൾക്ക് അവരെ മുന്നോട്ട് നോക്കാനോ അല്ലെങ്കിൽ അവരെ ശ്രദ്ധിക്കാനോ പറ്റാതെ വൃദ്ധസദനത്തിലേക്കും. അപ്പോൾ അതോടുകൂടി നമ്മളെ കുലാചരണങ്ങൾ ഇല്ലാതെയാണ്. അവരെന്താണോ ആചരിച്ച് ആ പാരമ്പര്യം നമുക്ക് നഷ്ടപ്പെടും. ഇഷ്ടദേവത അല്ലെ ഉപാസനാ ദേവത ആ രീതിയൊക്കെ ആയിരിക്കും നമ്മളെ പൂർവികന്മാർ ആചരിച്ചിട്ടുണ്ടാവും. പല ദേവതകളെയും ഉപാസിച്ചു പൂജിച്ച സമ്പ്രദായമായിരിക്കും കാരണന്മാർ ചെയ്തിട്ടുള്ളത്. ആ ആചരണങ്ങൾ എന്താണോ അതാണ് നമ്മുടെ പൂർവീയ ആചരണം. പിൽക്കാലത്ത് ആ ആചരണങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ മുന്നോട്ട് പോകേണ്ട ആ രീതിയിലുള്ള മുന്നോട്ട് പോകേണ്ട ആ ആചരണ രീതിയൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു. പല കുടുംബക്ഷേത്രങ്ങളും ഇന്ന് നശിക്കപ്പെട്ടതാണ്. മുന്നോട്ട് പോകാനുള്ള നമ്മളെ പൂർവീയ ആചരണങ്ങൾ ആചരിക്കാനോ അവർ പറഞ്ഞു തരാനോ ആ കാരണവരില്ലാതാവുമ്പോൾ നമുക്ക് മറ്റുള്ള ആചാര്യന്മാരെ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള പൂജാതി കർമ്മങ്ങളെ അല്ലെങ്കിൽ അതിൻ്റെ സമ്പ്രദായം അറിയണമെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരും. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഭിന്നത വരുന്നു. പൂർവീയമായി ആചരിച്ച പോന്ന കുലാചരണം നമുക്ക് നഷ്ടപ്പെടും. പിന്നീട് ആ ദേവതയ്ക്ക് വരുന്ന ആചരണങ്ങൾ പുതിയൊരു നിയമം പുതിയ രീതി മാറും. അപ്പോഴെന്താവും നമ്മളെ കുലാചരണം നഷ്ടപ്പെട്ടു, കുലം ക്ഷയിക്കാൻ കുടുംബത്തിന് ക്ഷയം വരും, അല്ലെങ്കിൽ നമുക്ക് ഭിന്നത വരും. പല ക്ഷേത്രങ്ങളിലും അങ്ങനെയാണ്. അതൊക്കെ കുടുംബക്ഷേത്രങ്ങളിലൊക്കെ ഇന്ന് നടന്നു തുടങ്ങി. കുടുംബക്ഷേത്രങ്ങളിൽ സാധാരണഗതിയിൽ താന്ത്രികവും അല്ലെങ്കിൽ വൈദികവുമായ ആചരണങ്ങൾ ഇല്ലായിരുന്നു. ഇപ്പം മിക്കവാറും കുടുംബക്ഷേത്രങ്ങളൊക്കെ താന്ത്രിക ആചരണങ്ങളും വൈദിക ആചരണങ്ങളായിട്ട് പ്രതിഷ്ഠാ സങ്കല്പത്തിലേക്ക് മാറി. മുമ്പ് കുടിവെപ്പ് സമ്പ്രദായത്തിലാണ് കുലാചരണങ്ങൾ അല്ലെങ്കിൽ നമ്മളെ പൂർവികന്മാർ ആചരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അതൊക്കെ മാറി താന്ത്രികവും വൈദികമായ ആചരണത്തിലേക്ക് മാറി. ആ രീതിയിൽ നമുക്ക് ആചരിച്ചു പോകുമ്പോൾ നമ്മളെ കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്കോ കുടുംബത്തിൻ്റെ ശ്രേയസ്സിനോ ഭംഗം വരുന്ന ഒരു കുലത്തിന് പല ദേവതകളും കുലദേവതയായിട്ടുണ്ട്. നമുക്ക് ശൈവ ദേവിയുണ്ട്, അതേപോലെ ദേവി കലയെ ഉപാസിച്ചു പൂജിച്ച സമ്പ്രദായവും ഉണ്ട്. അപ്പോൾ ആ ഓരോരോ രീതിയിൽ ഏത് രീതിയിലാണോ നമ്മളെ കാരണവന്മാർ ആചരിച്ചു പോകുന്നത് ആ ആചരണങ്ങളാണ് പിൽക്കാലത്ത് നമ്മൾ തുടരേണ്ടത്. അപ്പോഴേ നമ്മൾ പൂർവീയ ആചരണങ്ങളിൽ പറയുന്നത് ഒരു വിളക്കും നാക്കിലയിൽ താനുണ്ണുമേകി നൊന്തു വിളിച്ചാൽ അനുഗ്രഹം ചൊരിയും കുലദേവത. അങ്ങനെയാ സങ്കല്പം. നമ്മുടെ ആ ആചരണത്തിന് മന്ത്രമായിട്ടോ
അല്ലെങ്കിൽ ശാസ്ത്രീയമായോ ആചരണങ്ങൾ പറയുന്നില്ല. നമ്മളെ ഭക്തിയും ശുദ്ധിയും അല്ലെങ്കിൽ മനഃശുദ്ധിയും ശരീരശുദ്ധിയും ഉണ്ടെങ്കിൽ കുലാചരണങ്ങൾ മന്ത്രങ്ങൾ വേണ്ടെന്ന്. അവരെ മനസ്സുകൊണ്ട് ആ ദേവതയെ ഭജിക്കുക, ഭക്തി മാർഗം അവർക്ക് സമർപ്പിക്കുക. അതാണ് കുലാചരണത്തിൻ്റെ പ്രഥമമായ കാര്യം. സിന്ദൂരാരുണ ശോഭയേഴും തിരുകോമള വിഗ്രഹം ആനന്ദമേകും മന്ദസ്മിതമാർഗദാനവും ഭക്താഭിഷ്ടഹര വരഹസ്തവും കരുണപൊഴിയും കൃപാകടാക്ഷവും സദാ സൗമ്യഭാവേന ശോഭിക്കും. തിരുമുറ്റത്തു വാഴും ജഗദംബികേ ഭക്തിയും ജ്ഞാനവും നേടാൻ കഴിവുള്ള ശക്തി സ്വരൂപിണി പാദത്തിൽ സ്തോത്ര മാല്യത്തെ പൂജാനിവേദ്യമായി സമർപ്പിക്കുന്നു. ശങ്കരദേവനോടൊത്ത് തിരുമുറ്റത്തു വാഴും ഭക്തജനപ്രിയേ കുലദേവതേ, അമ്മേ നിൻ കീർത്തികൾ വാനോളമുയരുവാൻ ഹേതുവായി തീരണേ ഞങ്ങളെന്നും. അപ്പോൾ ഈ ദേവതാ പ്രാർത്ഥനയിൽ നിന്നുണ്ട് നമ്മളെ കാര്യങ്ങൾ. സിന്ദൂരാരുണ ശോഭയും തിരുകോമള വിഗ്രഹം ആനന്ദമേകും മന്ദസ്മിതമാധവനും ഭക്താഭീഷ്ടഹര വരഹസ്തദാങ്ങളും കരുണ പൊഴിയും കൃപാകടാക്ഷവും. അപ്പോൾ ഈ കുലസമ്പ്രദായത്തിൽ നമ്മൾ എങ്ങനെയാണോ ഭക്തിപൂർവം താനുണ്ണും അന്നവുമേകി നൊന്തു പ്രാർത്ഥിച്ചാൽ കിട്ടുന്ന അനുഗ്രഹം. അപ്പോൾ നമ്മൾ ഒരു പ്രത്യേക നിവേദ്യം വെച്ചിട്ടോ അല്ലെങ്കിൽ ആ രീതിയിലല്ല പൂർവികന്മാർ ഏത് രീതിയിലാണോ അവർ ആചരിച്ചു പോകുന്നത്, മന്ത്രങ്ങളില്ലാതെ സമർപ്പണത്തോടുകൂടി എന്താണോ താനുണ്ണും അന്നവും തനിക്ക് എന്താണോ കിട്ടുന്നത് അത് ദേവതയ്ക്ക് കൊടുത്തിട്ട് ആചരിച്ചു പോകുന്ന ഒരു സമ്പ്രദായമായിരുന്നു മുമ്പുണ്ടായത്. ഇപ്പോൾ നമ്മളൊക്കെ മാറി നമ്മൾക്ക് കഴിയുന്ന രീതിയിൽ അല്ലെങ്കിൽ വെച്ച് നിവേദ്യങ്ങളൊക്കെ പല കുടുംബക്ഷേത്രങ്ങളുണ്ട്. വെച്ച് നിവേദ്യങ്ങൾക്കല്ല പ്രാധാന്യം, അതിൽ കൂടുതൽ നമ്മൾ എന്താണോ നമുക്ക് കഴിയുന്ന രീതിയിൽ ആചരിക്കുന്ന ഒരു സമ്പ്രദായം. അപ്പോൾ നമ്മളിപ്പോൾ കുടുംബക്ഷേത്രത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മളെ കുടുംബദേവത ആണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ ദേവതയ്ക്ക് നമുക്ക് കഴിയുന്ന രീതിയിലുള്ള സമർപ്പണമായിരിക്കും. നമ്മൾ കഴിയുന്ന രീതിയിലുള്ള ദ്രവ്യങ്ങൾ, എണ്ണയാവാം, നിവേദ്യ വസ്തുക്കളാവാം, പൂക്കളാവാം, എന്തെങ്കിലുമായിട്ട് നമ്മളെ കുടുംബദേവതയ്ക്ക് മുമ്പിൽ വരണം. ഇനി നമ്മൾ എല്ലാവരും മഹാക്ഷേത്രങ്ങളിൽ പോകുന്ന ആളുകളാണ്. ഗുരുവായൂരായാലും ശബരിമലയായാലും ഏത് ക്ഷേത്രങ്ങളിൽ പോവുകയാണെങ്കിലും കുടുംബദേവതയെ വന്ദിക്കാതെ അല്ലെങ്കിൽ കുടുംബദേവത കാണാതെ ഈ മഹാക്ഷേത്രങ്ങളിൽ പോയിട്ടും അനുഗ്രഹപ്പെട്ടില്ല. കാരണം കുടുംബദേവതയെ കഴിഞ്ഞിട്ടോ മഹാക്ഷേത്രങ്ങളിലും ഉള്ളു. ഓരോരോ
കുടുംബങ്ങൾക്കുള്ള ദേവതയ്ക്ക് അത്ര പ്രാധാന്യമുണ്ട്. ആ കുടുംബദേവത ഏതൊരു മഹാക്ഷേത്രത്തിൽ പോയാലും അനുഗ്രഹം കിട്ടും. നമ്മൾ ഇവിടെ കുടുംബക്ഷേത്രത്തിൽ വരാതെ മഹാക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ ഇന്ന് അവിടുന്ന് കുടുംബദേവത മെസ്സേജ് കൊടുക്കും. എന്നെ ഭജിക്കാതെ, എന്നെ കാണാതെ, എൻ്റെ അല്ലെങ്കിൽ എൻ്റെ നാട്ടിലൊരാളെ വരുന്നു, ഇവിടുത്തെ അനുഗ്രഹമില്ല, നമ്മളെ മഹാക്ഷേത്രങ്ങളെ അനുഗ്രഹം കിട്ടൂലെന്നോ. അപ്പോൾ ഇവിടുന്ന് മെസ്സേജ് കൊടുക്കും, ഇവിടെ വരാതെയാണ് അവിടെ വന്നത്. അപ്പോൾ നമ്മൾ പോകാന്നല്ലാതെ അനുഗ്രഹം നമുക്ക് വേണ്ടത്ര അതിനനുസരിച്ച ഫലം കിട്ടില്ല എന്ന് പറയാം. അപ്പോൾ ഏതോ മഹാക്ഷേത്രത്തിൽ നമ്മൾ അതിൻ്റെ മുന്നേ ആയിട്ട് നമ്മൾ കുടുംബദേവതയെ വണങ്ങി അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് തിരിച്ച് അവിടുന്ന് നമ്മളൊരു മുമ്പൊക്കെ നമ്മൾ എവിടെയെങ്കിലും യാത്ര പോവുക അല്ലെങ്കിൽ പോവുകയാണെങ്കിലും വീട്ടിലെ കാരണവരോട് പറഞ്ഞാൽ പോവുക. ഇപ്പം ആ സമ്പ്രദായമൊക്കെ മാറി. കാരണവർ ആക്കി കഴിഞ്ഞാൽ കാരണവരെ ഇപ്പോൾ സദനത്തിലാക്കി കഴിഞ്ഞാൽ നമ്മളൊക്കെ ജോലിക്കാരാവും. അവർക്ക് വേണ്ട, അവർ സദനത്തിലേക്ക് വേണ്ട കാശ് കൊടുത്തിട്ട് അവർ മരിച്ചാലും ജീവിച്ചാലും വേണ്ട എന്നുള്ള രീതിയിൽ അവർക്കുള്ളൊരു പങ്ക് അങ്ങോട്ട് കൊടുത്ത് നമ്മളെ ബാധ്യത തീർക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ അവരെ സംരക്ഷിക്കേണ്ട ചുമതല നമുക്ക് ഉണ്ടെങ്കിൽ കൂടിയിട്ട് അവരെ സംരക്ഷിക്കാൻ നമുക്ക് സമയമില്ല, അതിന് വേണ്ടത്ര താല്പര്യമില്ല. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ തറവാടുകളിലൊക്കെ നാശം വരുന്നത്. അവരിൽ നിന്ന് കിട്ടേണ്ട അറിവ് നമുക്ക് കിട്ടാതെ, അവരിൽ നിന്ന് ആരംഭിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാതെ അവരെ മനഃപൂർവ്വം നമ്മൾ മാറ്റി നിർത്തുകയാണ്. അപ്പോൾ ആ കാരണം അവരാചരിച്ചിരുന്ന നമ്മുടെ പാരമ്പര്യം നമുക്ക് നഷ്ടപ്പെടുകയും ഇപ്പോൾ നമുക്ക് അതിനൊന്നും സമയമില്ല. അപ്പോൾ നമ്മൾ ജോലിക്ക് പോകുന്നു, ഒരു വീട്ടിലാണെങ്കിൽ ഭാര്യയും ഭർത്താവും ഒക്കെ പോകും. അപ്പോൾ വീട്ടിലാരും ഉണ്ടാവില്ല. ഈ പ്രായമുള്ളവർ നമ്മൾ വേഗം ഈ രീതിയിലുള്ള സ്ഥലത്തേക്ക് മാറ്റുക ചെയ്യും. കാരണം അവരെ നമ്മൾ ശ്രദ്ധിക്കാൻ കഴിയില്ല. അവരെ ശ്രദ്ധിക്കാൻ വേറെ ആളെ നമ്മൾ ഏൽപ്പിക്കുക. നമ്മളെ അച്ഛനെയും അമ്മേനെയും നോക്കാൻ വേറെ ആളെ കൂലിക്ക് വെച്ചാൽ നമ്മൾ നോക്കുന്ന രീതിയിലാവില്ല ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ സൗകര്യങ്ങളാവില്ല. അപ്പോൾ ഇതൊക്കെ നമ്മളെ കുലനാശത്തിന് അല്ലെങ്കിൽ കുടുംബനാശത്തിന് കാരണമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, തറവാടുകളും തറവാടുകളിൽ മുമ്പ് കാലത്തൊക്കെ തറവാട് വീടുകളിൽ ആചരണങ്ങൾ സന്ധ്യ, അതുപോലെ തന്നെ വിളക്ക് വെക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടാവും. പൂജാമുറി എന്നുള്ളത് ഇപ്പം പല വീടുകളിലും പൂജാമുറി ഇല്ല. കാരണം പൂജാമുറിയിൽ പ്രാർത്ഥിക്കാനോ അങ്ങനെ ഒരു വിളക്ക് സമ്പ്രദായമോ നമുക്ക് സമയമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭാര്യയും ഭർത്താവും അണുകുടുംബമല്ലേ. ഭാര്യയും ഭർത്താവും കുട്ടികൾ പഠിക്കാൻ പോകും. എത്രയായാലും പകലായാലും കുട്ടികൾ പഠിക്കാൻ പോകും. ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകും. അവർ വരിക സന്ധ്യ കഴിഞ്ഞാൽ. സന്ധ്യക്ക് ദീപം കൊളുത്തുന്ന സമ്പ്രദായം ഇപ്പം ഇല്ല, പല വീടുകളിലും ഇല്ല. സന്ധ്യാദീപം കൊളുത്തുന്ന സന്ധ്യക്ക് നാമം ചെയ്യുന്ന പല വീടുകളില്ല. ആ സമ്പ്രദായങ്ങളും നമ്മളെ ആചരണങ്ങൾ അവിടെ മുതൽ തുടങ്ങി. നമ്മുടെ ജോലി മാത്രം. അപ്പോൾ സന്ധ്യക്ക് 3 സമ്പ്രദായം. രാവിലെ വിളക്ക് വെക്കാം, ഉദയത്തിന് ശേഷം. അതാണ് നമ്മൾ വൈകുന്നേരം വെക്കും. വൈകുന്നേരം പറ്റാത്തവർ രാവിലെ വിളക്ക് വെക്കാം. 2 നേരം വിളക്ക് വെക്കണമെന്നാണ് പറയാം വീടുകളിൽ. അപ്പോൾ 2 നേരം പറ്റാത്ത സന്ധ്യക്ക് വിളക്ക് വെക്കുക എന്നുള്ള സമ്പ്രദായം നമ്മൾ പണ്ട് മുതലേ എല്ലാ വീടുകളിലും. ഇപ്പം അതുമില്ല. കാരണം സമയമില്ല. നമുക്ക് നാമം ജപിക്കാൻ കൊടുക്കും. നമ്മുടെ കുട്ടികൾക്ക് അത്രയും സമയമില്ല. കാരണം കമ്പ്യൂട്ടർ യുഗം ആയതുകൊണ്ട് എല്ലാ ചെറിയ കുട്ടികളെയും മൊബൈൽ ഫോൺ ഉണ്ടാവും, ഐഫോണാണ്. അപ്പോൾ അതിൽ തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റുള്ള കാര്യങ്ങളും നമ്മളെ ആചരണങ്ങളെ പറ്റി പഠിക്കാനോ അവർക്ക് അതിനൊന്നും സമയമില്ല. അപ്പോൾ ഈ രീതിയിലൊക്കെ ആകുമ്പോൾ നമ്മളെ നിത്യ അനുഷ്ഠാന കർമ്മങ്ങളും അല്ലെങ്കിൽ നിത്യ ആചരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇല്ലാതെയാണ്. സാധാരണഗതിയിൽ നമ്മളെ പൂർവികന്മാരൊക്കെ കിടക്കുന്ന പായ മുതൽ അല്ലെങ്കിൽ കട്ടിലിൽ നിന്നല്ലാലും കിടക്കയിലായാലും
അവിടെ നിന്ന് മുതൽ നമ്മളെ ഒരു ദിവസത്തെ നിത്യാനുഷ്ഠാനങ്ങൾ വേണം. അപ്പോൾ അവിടെ മുതൽ നമ്മൾ സാധാരണഗതിയിൽ ഒരാളെ കണി കാണാം. സാധാരണഗതിയിൽ നമ്മളിപ്പോൾ നമ്മൾ വീടിനടുത്ത് ഇന്ന് നമ്മളെ ഈ കമലാക്ഷിമേനെ കണി കണ്ട് ഇന്നിപ്പോൾ ഒരു വെള്ളം കിട്ടൂല പുറത്തു പോയാൽ ഓരോരോ കുറ്റം പറയാം. കാരണം നമ്മൾ കണി കാണേണ്ടത് നമ്മളെ കയ്യിൽ നോക്കിയിട്ടാണ്. നമ്മൾ എഴുന്നേറ്റിരുന്ന് കിടക്കപ്പായെന്ന് തന്നെ ഇരുന്നിട്ട് കിഴക്കോട്ട് തിരിഞ്ഞിട്ട് നമ്മളെ കൈ മലർത്തി 3 ദേവതകൾ നമ്മളെ കയ്യിലുണ്ടെന്ന കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കലമൂലേതു ഗോവിന്ദ. കരത്തിന്റെ അഗ്രഭാഗത്ത് ലക്ഷ്മിയും നടുഭാഗത്ത് സരസ്വതിയും താഴെ ഭാഗത്ത് ഗോവിന്ദൻ, അതായത് ഭഗവാൻ കൃഷ്ണൻ. അപ്പൊ ആ രീതിയിൽ 3 ദേവതകളെ നമ്മളെ കയ്യിൽ. അപ്പൊ കരാഗ്രേ വസത നമ്മളെ കയ്യിലേ നോക്കിയാൽ അവരെയാണ് നമ്മൾ ദർശിക്കേണ്ടത്. ആദ്യം കണി കാണുക, നമ്മളെ കയ്യിൻ്റെ ഉള്ളിലേക്ക് നോക്കിയിട്ട് കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേതു ഗോവിന്ദ. ഈ 3 ദേവതകളാണ് നമ്മൾ ആദ്യം കാണുക. എന്നിട്ട് നമ്മൾ ആ കിടക്കുന്ന കട്ടിലിൽ നിന്നാലും താഴേക്ക് അത് കഴിഞ്ഞ് നമ്മൾ ഭൂമി ദേവിയെ ഒരു ദിനം തുടങ്ങുമ്പോൾ ഭൂമി ദേവിയുടെ തിരുമാറിലൂടെ നമ്മൾ ചവിട്ടി മെതിച്ചിട്ടാണ് ഓരോരോ ദിനങ്ങൾ. അപ്പോൾ ആ ദേവിയെ തൊട്ടുബന്ധിക്കുക എന്നുള്ളൊരു സമ്പ്രദായം. അപ്പോൾ കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേതു ഗോവിന്ദ. അപ്പോൾ ആ നമ്മൾ ഈ ദർശനം കഴിഞ്ഞ് അല്ലെങ്കിൽ ഈ കണി കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഭൂമിയെ തൊട്ടുബന്ധിക്കും. ഭൂമിയോട് നമ്മൾ ഇന്നത്തെ ദിനം അമ്മയുടെ തിരുമാറിൽ നമ്മൾ ചവിട്ടി മെതിക്കാൻ പോകും പല കാര്യങ്ങൾക്കായിട്ട്. അമ്മ ഇത് ഭൂമി ദേവിയെ സങ്കല്പം. അപ്പോൾ സമുദ്രവസനേ ദേവി പർവ്വതസ്തനമണ്ഡലേ വിഷ്ണു പത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ. ഇങ്ങനെ പറഞ്ഞിട്ട് സമുദ്രവസനത്തിൽ വസിക്കുന്ന ദേവി, പർവ്വതസ്ഥലങ്ങളോടുള്ള ദേവി, അമ്മയുടെ തിരുമാറിൽ ഞാൻ കൂട്ടാൻ പോവാം. അപ്പോൾ സമുദ്രവസനേ ദേവി പർവ്വതസ്ഥനമണ്ഡലേ വിഷ്ണു പത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ. ഞാൻ എന്താ പാദസ്പർശിക്കാൻ പോവോ, അമ്മയെ ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് ഭൂമി തൊട്ടു. നമ്മുടെ ഈ രീതിയിലുള്ള ആചരണങ്ങളാണ് നമ്മളെ മുമ്പ് പൂർവീകരിച്ചു പോകുന്ന. അപ്പോൾ നമുക്ക് എല്ലാത്തിനും ഓരോ നമ്മൾ കുളിക്കുന്നതിന് മന്ത്രമുണ്ട്, പല്ല് തേക്കുന്നതിനും ഉണ്ട്, ശൗചം ചെയ്യുന്നതിന് മന്ത്രമുണ്ട്, എല്ലാ കാര്യങ്ങൾക്കും ഭക്ഷണം കഴിക്കുന്ന എല്ലാത്തിനും നമുക്ക് ഇതെല്ലാം കൂടി ചെയ്യുമ്പോൾ നമുക്ക് ജോലിക്ക് പോകാൻ കഴിയില്ല. അപ്പം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കുളിക്കുന്നതിന് മന്ത്രമുണ്ട്, നമ്മൾ മുഖം കഴുകുക, പല്ല് തേക്കുന്നതിന് മന്ത്രമുണ്ട്, കുളിക്കുന്നതിന് മന്ത്രമുണ്ട്, മുഖം കഴുകുന്നതിന് മന്ത്രമുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ മന്ത്രങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് നമ്മളെ കയ്യിൻ്റെ ഉള്ളിൽ നോക്കിയിട്ട് കരാഗ്രേ വസതേ ലക്ഷ്മി ആ കാര്യങ്ങൾ നമ്മൾ ധരിച്ചു കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് ഭൂമി ദേവിയെ തൊട്ട് ബന്ധിച്ചു നമ്മൾ പാദസ്പർശിക്കാൻ പോവാൻ അമ്മയെ ക്ഷമിക്കണം. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രാഥമിക കർമ്മ അതിനൊക്കെ മന്ത്രമുണ്ട്. അപ്പോൾ എല്ലാ മന്ത്രം കൂടി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നമുക്ക് ചെയ്യാനില്ല. അപ്പോൾ പിന്നീട് വരുന്ന നമുക്ക് കാര്യമായിട്ടുള്ളത് കുളിക്കുന്നതാണ്. ഈ സപ്ത നദികളെ ആവാഹിച്ചിട്ടാണ് നമ്മൾ കുളിക്കുക. അതാണ് ഗംഗേ യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദാ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിൻ ഗുരു. അപ്പോൾ ആ സപ്തനദികളെ ആവാഹിച്ച് നമ്മൾ കുളിക്കുന്ന നമ്മൾ സാധാരണഗതിയിൽ വലിയ പുഴയിലൊക്കെ അല്ലെങ്കിൽ കുളത്തിലൊക്കെ പോയാൽ ചില ആളുകൾ കാണാം നമ്മളിങ്ങനെ വെച്ചിട്ട് ഒക്കെ ആ ഗംഗേനെ ആവാഹിക്കുന്ന സങ്കല്പം. അപ്പോൾ ആ സങ്കല്പിച്ചിട്ട് നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ ഗംഗേനെ യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദാ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധി. ഈ 7 നദികളെ സപ്തനദികളെ ആവാഹിച്ച് ഈ നദികളെ ആ ജലത്തിലാണ് നമ്മൾ ശുദ്ധമായ ആ പുണ്യനദികളെ ഇല്ലാതെ നമ്മൾ കുളിക്കുന്നതിന് സങ്കല്പമാണ് ആ സപ്തനദികളെ ആവാഹിച്ചിട്ട് നമ്മൾ കുളിക്കും. അപ്പോൾ ആ ആചരണങ്ങളിൽ നമ്മൾ കുളിക്കാനുള്ള മന്ത്രം ഉപയോഗിച്ചു. കുളിച്ചു കഴിഞ്ഞ്
പിന്നെ കുളിച്ചു കഴിഞ്ഞാൽ ആദ്യം തുടയ്ക്കുക പിൻഭാഗത്താ ചേഷ്ട. അപ്പോൾ ചേഷ്ടയെ അകറ്റി കഴുകി വീണ്ടും നമ്മൾ എല്ലാ ഭാഗങ്ങളും വൃത്തിയാക്കി വസ്ത്രം മാറ്റി കഴിഞ്ഞു നമ്മൾ പൂജാമുറിയിൽ പോകും. ഭസ്മം തൊടും. ഭസ്മം തൊടുന്നതിന് മന്ത്രമുണ്ട്. ഓരോരോ ഭാഗത്ത് തൊടുന്നതിന് മന്ത്രമുണ്ട്. അതേപോലെ തന്നെ ചന്ദനം തൊടുന്നതിന് മന്ത്രമുണ്ട്, കുങ്കുമം തൊടുന്നതിന്. അപ്പോൾ 3 സമ്പ്രദായത്തിലാണ് നമ്മളെ ഈ കേരള സമ്പ്രദായം. കേരളത്തിൽ ശൈവ, വൈഷ്ണവ, ശക്തി ഈ 3 സമ്പ്രദായങ്ങൾ. അപ്പോൾ ശൈവമായിട്ടുള്ള ആ പ്രതീകത്തെ സൂചിപ്പിക്കുന്നതാണ്. വൈഷ്ണവ പ്രതീകത്തെ സൂചിപ്പിക്കുന്ന ചന്ദ്രം, ശക്തയ അതേ ദേവിയെ സമർപ്പിക്കുന്ന കുങ്കുമം. ഈ 3 രീതിയിലുള്ള ഈ ഭസ്മം, ചന്ദനം, കുങ്കുമം ധരിച്ച് നമ്മൾ പൂജാമുറിയിൽ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു വിളക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ പൂജാമുറിയിൽ ഒരു വിളക്ക് വെച്ചിട്ടോ ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുന്ന ഒരു സമയം. ഏത് ദേവത, ഗണപതിയാവാം, ശിവനാവാം, വിഷ്ണുവിനാവാം, ദേവിയാവാം. അപ്പോൾ ഇഷ്ടമുള്ള ദേവതയെ ഭജിക്കുന്ന ഒരു സമയം. സാധാരണഗതിയിൽ സന്ധ്യക്ക് നാമം ജപിക്കുക. ചില വീടുകളിലൊക്കെ നമശിവായ, ചില വീടുകളിൽ നാരായണായ, അപൂർവം ചില വീടുകളിൽ രാമനാമം. കൂടുതലായിട്ടും നമ്മൾ ജപിക്കാൻ പറയും. മോക്ഷം അല്ലെങ്കിൽ രീതിയിലുള്ള രാമനാമം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. അതല്ല ഓം നമ ശിവായ ഒരു 108 പ്രാവശ്യം പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. ഇതൊക്കെ നമുക്ക് ദിവസം ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആ രീതിയിൽ ഒരു 108 പ്രാവശ്യം നമശിവായ അല്ലെങ്കിൽ അഷ്ടാക്ഷരം ഓം നമോ നാരായണായ. ഇനി അതല്ലെങ്കിൽ ഹരേ രാമ ഹരേ രാമ ഏത് നാമങ്ങൾ വേണമെന്നില്ല. ഇഷ്ട ദേവതയെ ഭജിക്കാൻ നമുക്ക് ഗണപതിനെ ആവാം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ സാധാരണഗതിയിൽ ചില അമ്മമാരൊക്കെ അടുക്കളയിൽ അടുക്കളയിൽ ഭക്ഷണം കഴിക്കാൻ തീ വെക്കുമ്പോൾ അല്ലെങ്കിൽ അടുക്കളയിൽ പാചകം ചെയ്യാൻ തീ വെക്കുമ്പോൾ പ്രാർത്ഥിച്ചിട്ടാണ് അടുക്കളയൊക്കെ വൃത്തിയാക്കി. ഇപ്പോൾ പല വീടുകളിലും മണ്ണെണ്ണ വെച്ചിട്ടാണ് അടുപ്പ് കത്തിക്കുക. മണ്ണെണ്ണ അടുപ്പിൽ ഒഴിക്കരുതെന്നാണ് ഒഴിക്കാൻ പാടില്ല. വേഗം കത്തും, കാര്യം ശരിയാണ്, പക്ഷെ അത് ചെയ്യാൻ പാടില്ല. മണ്ണെണ്ണ വെച്ച് ഒരിക്കലും അടുപ്പ് കത്തിക്കണം. അടുപ്പിൽ ഗണപതിയോഗം ചെയ്യുന്നൊരു സമ്പ്രദായം അടുപ്പിൽ ആ അമ്മമാരാ ചെയ്യും. അതിന് മന്ത്രങ്ങളൊന്നുമില്ല, മന്ത്രങ്ങളില്ല. ഗണപതിയെ സ്മരിക്കുക. ഒരു 4 നാളികേരപ്പൂളും 1 സ്പൂണ് നെയ്യും ഉണ്ടെങ്കിൽ അടുപ്പിൽ ഗണപതിയോഗം ചെയ്യുന്ന ഗണപതിയെ അത് ചില വീടുകളിലൊക്കെ ചില അമ്മമാരൊക്കെ ചെയ്യുന്നുണ്ട്. 1 സ്പൂണ് നെയ്യ് എടുത്ത് ഒരു 4 നാളികേരപ്പൂള് നെയ്യിട്ട് ആദ്യം തീ വിറക് വെച്ചിട്ട് മണ്ണെണ്ണ വയ്ക്കാതെ നമുക്ക് തിരി കത്തിച്ച് വെക്കും. അല്ലെങ്കിൽ കർപ്പൂരം വെച്ചിട്ടോ കത്തിച്ചിട്ട് അതിലേക്ക് 4 നാളികേര ഗണപതിയെ പ്രാർത്ഥിച്ചില്ല, സങ്കല്പിച്ചില്ല, മന്ത്രം പറയണ്ട. ഗണപതിയെ പ്രാർത്ഥിച്ച് അതിനുശേഷം നമ്മൾ പാചകം തുടങ്ങും. പിന്നെ പഴയ സ്ത്രീകൾ അല്ലെങ്കിൽ അമ്മമാരൊക്കെ ചെയ്യാറുണ്ട്, അരി ഒരു പിടി മാറ്റി വെക്കും. അരി പാചകം ചെയ്യുന്നതിന് മുമ്പ് ഒരു പിടി മാറ്റി. ഇപ്പോൾ അതൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. അരീതിൻ്റെ സമ്പ്രദായങ്ങളൊന്നും ഉണ്ടാവില്ല. വേണ്ടത് മാത്രം എടുക്കുക. ഇതിന് നമ്മൾ അരി അടുപ്പത്തിടുന്നതിന് മുമ്പ് ഒരു പിടി മാറ്റി വെച്ചിട്ട് അങ്ങനെ അതൊരു സങ്കല്പം. അപ്പോൾ അങ്ങനെ സ്വരൂപിച്ച് വെക്കുന്ന
രൂപിച്ച് വെച്ചിട്ട് നമ്മളെ കുടുംബക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുന്ന സമ്പ്രദായമാണ്. ഇങ്ങനെ മാറ്റി വെച്ചിട്ട് ഒരു വർഷം തികയുമ്പോൾ അത് കുടുംബക്ഷേത്രത്തിലേക്ക് അന്നദാനത്തിലേക്ക് സമർപ്പിക്കും. അപ്പോൾ നമ്മുടെ വകയായിട്ട് നമുക്ക് കഴിയാവുന്ന ഒരു ഇതും കൂടിയായി അങ്ങനെയും ചെയ്യും. അപ്പോൾ ആ കുടുംബദേവതയ്ക്ക് നമ്മൾ ദിവസവും പ്രാർത്ഥിച്ചു മാറ്റി വെക്കുന്നുള്ള സങ്കല്പം. അപ്പം നമ്മളെല്ലാ കാര്യങ്ങളിലും കുടുംബദേവത പ്രഥമമായിട്ട് സ്ഥാപിക്കും. പിന്നെ നമ്മൾ ഓരോ ക്ഷേത്രങ്ങൾ ദർശിക്കുന്ന സങ്കല്പം നമ്മൾ ഇവിടെ വരുമ്പോൾ ഇവിടെ നമ്മൾ ആദ്യം പ്രാർത്ഥിക്കേണ്ട ആരാന്നറിയോ? ഇവിടെ നമ്മൾ ആരാ ആദ്യം പ്രാർത്ഥിക്കുക അറിയോ? ആർക്കെങ്കിലും അറിയാം? ഇവിടെ എങ്ങനെയാ പ്രാർത്ഥിക്കല്? എവിടെ മുതലാ നമ്മൾ തുടങ്ങാം? എവിടുന്നാ നമ്മൾ തുടങ്ങല് ഇവിടെ പ്രാർത്ഥിക്കാൻ? പറയൂ. ഇവിടെ എല്ലാരും ഇവിടെ പ്രാർത്ഥിക്കുന്ന ആളല്ലേ? കുടുംബക്കാരല്ലേ? അപ്പൊ നമ്മള് എവിടെ ആദ്യം പ്രാർത്ഥിക്കല്? അവിടെ ആദ്യം. അപ്പോ നമ്മൾക്ക് ഇവിടെ ഗുരുമുത്തപ്പൻ ഉണ്ട് ഇല്ലേ? ആ ഗുരുമുത്തപ്പൻ ആരാ? ഗുരുമുത്തപ്പൻ എന്ന് പറയുന്നത് നമ്മളെ പരമ്പര നമ്മളെ ഈ പരമ്പര ഉണ്ടാക്കിയ ആളല്ലേ ഗുരുമുത്തപ്പൻ. അതാണ് അതിന്റെ അർത്ഥം. ഗുരുമുത്തപ്പൻ എന്ന് പറയുന്നത് നമ്മളെ മുത്തപ്പൻ എന്ന് പറയുന്ന ആള് പൂർവീയ ആചാര്യനാണ്. നമ്മളെ ഈ തറവാടിന്റെ ആചാര്യനാണ് ഗുരുമുത്തപ്പൻ. ഈ ഗുരുമുത്തപ്പനാണോ പ്രാധാന്യം അല്ലെങ്കിൽ ദേവതയ്ക്കാണോ? ആർക്കാ? ആ മുത്തപ്പൻ ഉണ്ടായിട്ടല്ല നമ്മള്. ആ മുത്തപ്പനില് നമ്മളുണ്ടോ? ദേവത പ്രപഞ്ചം മുതൽ ദേവത ഉണ്ട്. എല്ലാ ദേവനും പ്രപഞ്ചത്തിലുണ്ട്. ഏതൊരു ദേവനെ വേണമെങ്കിലും നമ്മള് പൂജയിൽ ഇങ്ങനെ കാണിക്കുന്നതാണ്. നമ്മള് എന്താണെന്നറിയില്ല, പക്ഷെ ഇങ്ങനെ കണ്ടില്ലേ? അപ്പൊ പ്രപഞ്ചത്തിന് ആ ദേവതയെ ആവാഹിച്ചിട്ട് പൂജിക്കുന്ന സംഭവം അതന്നെയാണ് നമ്മൾ ശ്രീകോവിലേക്ക് ആവുന്നു. അതിൻ്റെ ഒരു അംശം. അപ്പോൾ നമ്മളെ ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം പ്രാർത്ഥിക്കേണ്ട ഗുരുമുത്തപ്പൻ. ആ ഗുരുമുത്തപ്പൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിലേ ഉള്ളൂ കുലത്തിന് ഉയർച്ച ഉണ്ടാവുള്ളൂ. ആ ഗുരുമുത്തപ്പൻ്റെ ഉപാസനാമൂർത്തികളോ അല്ലെങ്കിൽ ആചരിച്ചു പോകുന്ന ആളുകൾ ആയിരിക്കും ഈ കിരാതനും ഭദ്രകാളിയും അല്ലേ? ആണോ? അപ്പോ പ്രാധാന്യം ആയിരിക്കുക ഗുരുമുത്തപ്പൻ. അപ്പൊ ആദ്യം നമ്മൾ പ്രാർത്ഥിക്കുക ഗുരുമുത്തപ്പൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം കിരാതമൂർത്തിൻ്റെ ഭദ്രകാളിയും. ആ രീതിയിലായിരിക്കണം നമ്മളെ ഇവിടുത്തെ സമ്പ്രദായം. പിന്നീട് ഉള്ള ശിവഗുരു പിന്നെ ദേവി വരുന്നുണ്ട്. അവർക്കൊക്കെ പിന്നീട് ഗുരുമുത്തപ്പൻ്റെ അവിടെ മുതലാണ് നമ്മൾ ഇവിടെ പ്രാർത്ഥന. അപ്പോൾ അവിടെയാണ് നമ്മൾ ആദ്യം പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമ്മളെ കാരണവരെ അല്ലെങ്കിൽ ഗുരുമുത്തപ്പനെ നമ്മൾ കാണാൻ വരുമ്പോൾ അല്ലെങ്കിൽ അവിടെ തൊഴാൻ വരുമ്പോൾ മുത്തപ്പൻ്റെ അടുത്ത് എന്തെങ്കിലും ഒന്ന് നമ്മൾ സമർപ്പിക്കണം. കുലദേവതൻ്റെ ആചരണങ്ങൾ നമുക്ക് കാട്ടിത്തന്ന ഗുരുമുത്തപ്പൻ. ആ ഗുരുമുത്തപ്പനെ മറന്നിട്ട് നമുക്കൊന്നും ചെയ്യാനില്ല. ആ ഗുരുമുത്തപ്പനാണ് നമ്മളെ സംരക്ഷിക്കുക. നമ്മളെ ആ മുത്തപ്പൻ്റെ ഉപാസനാമൂർത്തികളായ കിരാതനും ഭദ്രകാളിയും ഇവര് ഈ ഉപാസനയിൽ കൂടി ഈ ദേവതയൊക്കെ പൂജിക്കാനും അവരെ ആചരിക്കാനും ഗുരുമുത്തപ്പന് കഴിവുണ്ടെങ്കിൽ ആ ഗുരുമുത്തപ്പൻ നമ്മളെ സാധാരണക്കാരനല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഒരു ദേവതയെ പൂജിച്ച് ആചരിച്ച് ആ രീതിയിൽ ഉയർച്ചയിൽ എത്തിക്കണമെങ്കിൽ ആ അമാനുഷികമായ ഒരു ശക്തി അല്ലെ കഴിവ് ആ ഗുരുമുത്തനാണ്. അതുപോലെ തന്നെ ഈ നാഗദേവതകൾ നമ്മളെ അവിടെ സാധാരണ ഗതിയിൽ കോട്ടയിൽ സ്ത്രീകൾ പ്രവേശിക്കാൻ പാടില്ല. ഇപ്പം അടുത്ത് വരെ നമ്മൾ എല്ലാവരും അവിടെ പ്രവേശിച്ചിരുന്നു. പക്ഷെ നമ്മൾ ഇവിടെ പരിധി നിശ്ചയിച്ചു, അവിടെ ശുദ്ധി കഴിഞ്ഞു, അതിനുശേഷം സ്ത്രീകൾ പ്രവേശിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ പറഞ്ഞാൽ ഒന്നുകൊണ്ടല്ല, നിങ്ങളൊക്കെ എല്ലാവരും നല്ല ശുദ്ധിയോട് അല്ലെങ്കിൽ വ്രതത്തോടെയൊക്കെ ആയിരിക്കാം. വ്രതമില്ലാത്തവരും ആരും
അമ്പലത്തിൽ വരില്ല എന്നാ പറയാം. പക്ഷേ കോട്ടയിലേക്ക് സ്ത്രീകൾ പ്രവേശിക്കരുതെന്നാ പറയാം. പല കാരണങ്ങളും ഉണ്ട്. ആ കാരണങ്ങളൊന്നും അങ്ങനെ പറയുന്നില്ല, നമുക്ക് മനസ്സിലാക്കിയാൽ മതി. സ്ത്രീകൾ പ്രവേശിക്കണ്ട, പാടില്ല. അപ്പോൾ ഒരു കോട്ടയിലും ഇല്ല, എവിടെ വേണം നിങ്ങൾ നോക്കിക്കോ, കോട്ടയൻ്റെ പരിധിയുടെ ഉള്ളിലേക്ക് സ്ത്രീകളെ പ്രവേശിക്കുക ആഗ്രഹം. അപ്പോൾ അതുപോലെ തന്നെ പുരുഷന്മാരാണെങ്കിൽ തന്നെ ഷർട്ട് ഇടാൻ പാടില്ല, വ്രതശുദ്ധി മാത്രമുള്ളവർ കയറാം. പെട്ടെന്ന് പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട ദേവതയാണ് നാഗം. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അശുദ്ധിക്കുന്ന ദേവതയും കൂടെ. അപ്പോൾ നമ്മൾക്ക് ചെറിയ അശുദ്ധി ഉണ്ടെങ്കിൽ പോലും കോട്ടയിൽ കയറരുത്, ആ അശുദ്ധി അവിടെ പോയി. അപ്പോൾ നമുക്ക് അതിനൊക്കെ പ്രതികൂലമായിട്ട് നമുക്ക് ബാധിക്കുകയും ചെയ്യും, നമുക്ക് അനുഭവങ്ങൾ വരും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഏത് ദേവതയുടെ അടുത്ത് പോകുന്ന പോലെയല്ല നാഗദേവതയിൽ അത്ര ശുദ്ധിയോടുകൂടി പോകും. പിന്നെ നമ്മളിവിടെ എല്ലാ വർഷവും ഇവിടെ നാഗപ്പാട്ട് തുറന്നു വരുന്നത്. ഇവിടെ സാധാരണഗതിയിൽ നാഗപ്രതിഷ്ഠ ചിത്രകൂടം നാഗദേവതകൾ എത്ര ഉണ്ടോ, എത്ര പ്രതിഷ്ഠാ സ്ഥാനങ്ങളുണ്ടോ അതിനനുസരിച്ചാണ് നമ്മൾ കളത്തിൽ കുട്ടികളിരിക്കുക. അപ്പോൾ ഇവിടെ 2, 3, 5 സങ്കല്പങ്ങളുണ്ട്. ആ സങ്കല്പത്തിനനുസരിച്ചാണ് നമ്മൾ കളത്തിൽ കുട്ടികളിരിക്കുക. ഇവിടെ പൂർവികമായിട്ട് എനിക്ക് തോന്നുന്നു 2 or 3 ഇപ്പം അങ്ങനെ എന്താണെന്ന് തോന്നുന്നു. ഇവിടെ എത്ര പേരായിരിക്കല്? 4 എല്ലാ വർഷവും 4 ആണോ? 2 വർഷം 2 അപ്പോൾ ഇതെത്രയാണോ സങ്കല്പങ്ങളിൽ അത് ആ ഇതിനനുസരിച്ചായിരിക്കും ആ കുട്ടികളാണ് അതിന് ശരിക്കും പറയുകയാണെങ്കിൽ 2ൽ കുറയരുതെന്നാണ് പറയുന്നത്. 2 കുട്ടികൾ നിർബന്ധം, അതിൽ കുറയരുത്. പക്ഷെ പിന്നെ എത്രയാണോ അവിടെ സങ്കല്പങ്ങളുണ്ട് ആ സങ്കല്പത്തിനനുസരിച്ചുള്ള കുട്ടികൾ. മനസ്സിലായി? ഇപ്പം ഇവിടെ 4 കുട്ടികൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു അഭിപ്രായങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ഒരു ഇതുണ്ടോ, മുമ്പൊക്കെ 2 ആയിരുന്നു അല്ലെങ്കിൽ 3 ആയിരുന്നു. അതല്ല, അവിടെ സങ്കല്പ സ്ഥാനങ്ങൾ എത്രയാണോ അത്ര കുട്ടികൾ കളത്തിലിരിക്കാന്നാണ് എനിക്കാണ്. അപ്പോൾ അതില്ലെങ്കിൽ 2എങ്കിലും വേണം, 2 കുറയരുത്, അതാണ് എൻ്റെ. അപ്പം ആ രീതിയിലാണ് ഇപ്പം ഇവിടെ 4 കുട്ടികൾ ഇരിക്കുന്നു. എത്ര കുട്ടികൾ ഈ കുറേ കളം വായിക്കൽ എത്ര കുട്ടികൾ? അപ്പോൾ ഇപ്പൊ 2 കുട്ടികൾ എന്തായാലും കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതാ പറഞ്ഞത് 2ൽ കുറയരുത്. പക്ഷെ ആ സങ്കല്പങ്ങള് നാഗസ്ഥാനങ്ങൾ എത്രയാണോ അത്രയും ഇരിക്കുന്നത് തെറ്റില്ല, 2ൽ കുറയരുത്. അപ്പോൾ നമുക്ക് സംശയം ഉണ്ടാവും, കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടല്ലേ, അല്ലെങ്കിൽ 3 ആയിരുന്നു, ഇപ്രാവശ്യം എന്തിനാ 4 ആയിരുന്നു. അന്ന് ഇതൊക്കെ നമ്മളെ ഇവരായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ ഈ നടത്തുന്ന ആളില്ലേ നമ്മളെ ഏൽപ്പിച്ചാണ്, അവർക്കറിയാലോ എത്ര വരെ ഇരിക്കാന്ന്. അവരുടെ അന്വേഷിച്ചാൽ അറിയാം, ആരും പറയും. അപ്പോൾ ആ രീതിയിലാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പം പിന്നെ നമ്മളെ കമ്മിറ്റീൻ്റെ അല്ലെങ്കിൽ ഇവിടെ ഉള്ള ഒരു താല്പര്യം, 2 കുറയാതെ ഇരിക്കണം, 3 ആയാലും കുഴപ്പമില്ല, 4 ആയാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ അവിടെ സങ്കല്പങ്ങളാകുന്നു, ഇനി അതില്ലെങ്കിൽ 2 ആയാലും കാര്യം. പക്ഷെ നമുക്ക് അതിൻ്റെ അഭിപ്രായം പിന്നെ ഒന്നും വരേണ്ട കാര്യം, ആർക്കും അങ്ങനെ വരരുത്. കാരണം അങ്ങനെ ഒരു വിഷയം ഉണ്ടാകും, നമുക്കൊരു മറ്റുള്ള ഭിന്ന അഭിപ്രായം. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നിയമവും വശങ്ങളൊക്കെ അറിയുന്ന ആളുകളാണല്ലോ നമ്മൾ. അപ്പോൾ ഇതന്നെയായിരിക്കും അവർക്കും പറയേണ്ടത്. അപ്പോൾ ആ രീതിയിലുള്ള നമ്മൾ ആണ് നാഗദേവതയ്ക്ക് നമ്മൾ എല്ലാ വർഷവും നാഗപൂജ വയ്ക്കാറുണ്ട്. അപ്പോൾ നാഗത്തിൻ്റെ ദോഷങ്ങൾ പറയാൻ സന്താന സൗഭാഗ്യത്തിനും സർവ്വ ഐശ്വര്യത്തിനും വേണ്ടിയിട്ടാണ് നാഗദേവതാ സങ്കല്പത്തിലുള്ള പൂജാതി കർമ്മങ്ങളുണ്ട്. സർപ്പബലിയായിട്ട് ഇവിടെ സർപ്പബലി ഇല്ല. ഇവിടെ വേറൊരു കാര്യമുണ്ട്, നാഗപ്പാട്ട് കഴിക്കുന്ന സ്ഥലത്ത് സർപ്പബലി അത്ര ഇതല്ല, പ്രായോഗികമല്ല. സർപ്പബലി കഴിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് ഇത് വരില്ല എന്ന് പറയാം. സർപ്പബലി കഴിച്ചു കഴിഞ്ഞാൽ അവരെ അതിൽ കുറയും.
ഈ കുട്ടികൾ കളം വായിക്കുന്ന കുട്ടികൾ ഇരുന്നാൽ ഇത് വരില്ല, ദർശനം വരില്ല, അത് പ്രയാസമാണ്. അപ്പോൾ ചില നാഗപ്പാട്ട് കഴിക്കുന്ന സ്ഥലത്ത് സർപ്പബലിയായിരിക്കും, നാഗപൂജ കഴിക്കും, നാഗപൂജയും സർപ്പബലിയായിട്ട് രണ്ടും രണ്ടാണ്. അപ്പോൾ ആ രീതിയിലായി. അപ്പോൾ നാഗപൂജ നമ്മൾ കഴിഞ്ഞ വർഷവും അതിൻ്റെ മുമ്പത്തെ വർഷമൊക്കെ നമ്മളിപ്പോൾ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ആ സമയത്ത് നമ്മൾ നാഗദേവതകൾക്ക് സങ്കല്പിച്ചിട്ട് വഴിപാട് കഴിക്കുന്നു. തിരിയുള്ളിൽ ആ സർവ ബാധ അല്ലെങ്കിൽ ദുരിതങ്ങൾ അകറ്റാനും അഭീഷ്ടങ്ങളും ഐശ്വര്യങ്ങളും ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഗുരുമുത്തപ്പനെ തൊഴുതു, കിരാതമൂർത്തി ഭദ്രകാളിനും ഇപ്പോൾ അവരെ തൊഴുതു, പിന്നെ ശിവഗുരുവിനെ തൊഴുതു. ഇനി നമ്മളവിടെ ഗുരുവും ദേവിയും വരാറുണ്ട്. അപ്പോൾ ആ സങ്കല്പങ്ങളൊക്കെ ആ രീതിയിലാണ് നമ്മുടെ ആചരണങ്ങൾ വേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിന് ഒരു പരിധി നിശ്ചയിച്ച് ഇത് പ്രാകാരം കെട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചുറ്റുമതിൽ കെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിനൊരു നിയമങ്ങളുണ്ട്. അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ ഷർട്ട് ഇട്ടിട്ട് നമ്മൾ അതിൽ കയറാൻ പാടില്ല. ഇപ്പം തുറന്ന് ഇതുവരെ മതിലുണ്ടായിരുന്നു, പൊളിഞ്ഞതാണ്, അല്ലെ പൊളിച്ചതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിനൊരു പരിധി നിശ്ചയിച്ച് ഇനി കെട്ടുകയാണെങ്കിൽ അതിനുള്ളിലേക്ക് നമ്മൾ ഷർട്ട് ഇട്ടിട്ട് പ്രവേശിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിവിടെ ഇപ്പോൾ എന്ത് ആചരണങ്ങളാണ് ചെയ്യുന്നത് എനിക്കറിയില്ല. ഉള്ളിലെ എങ്ങനെയൊക്കെയാണ് അത് തന്ത്രി പറഞ്ഞു കൊടുത്തിട്ടാണോ അല്ലെ ഏത് രീതിയിലാണോ ആചരിക്കുന്നത്, തന്ത്രി പറഞ്ഞതായിരിക്കും അല്ല ആചരിക്കുന്നുണ്ടാവുക. ആ രീതിയിൽ തന്നെ അത് തന്നെ നമ്മുടെ ശ്രീകോവിലിൽ ശിവനും ഭദ്രകാളിയാണ്. അപ്പോൾ നമ്മൾ ശൈവമായിട്ട് പറയുകയാണെങ്കിൽ അല്ലെ ശിവനാണ്, കിരാതമൂർത്തിക്കാണ് ഗുരുമുത്തപ്പം കഴിഞ്ഞാൽ പ്രാധാന്യം. ആ ശ്രീകോവിലിൽ കയറുമ്പോൾ നമ്മൾ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾ ശുഭ്രവസ്ത്രം ധരിക്കണം. അതെന്ന് വെച്ചാൽ വെള്ളവസ്ത്രം, അതായത് മല്ലമുണ്ട്. നമ്മൾ സ്വാഭാവികം പറയുന്നത് മല്ലമുണ്ടാണ് ഏറ്റവും ശരി. കാവിമുണ്ടോ മറ്റുള്ള മുണ്ടുകൾ ഉപയോഗിക്കാൻ ഞാൻ നിയമപരം അല്ലെങ്കിൽ സ്പഷ്ടമായിട്ടോ നിർബന്ധമായിട്ടോ പറയല്ല, അവരോട് കാര്യങ്ങൾ പറയാതെ നമ്മൾ പറയാം. നിങ്ങൾ മീറ്റിങ്ങിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇരുന്ന് സംസാരിക്കുക, അവരെ ബോധ്യപ്പെടുക. ചിലപ്പോൾ അറിയില്ല കൊണ്ട് അല്ലെങ്കിൽ തന്ത്രി പറഞ്ഞു കൊടുത്താണോന്ന് അറിയില്ല, കായ് കൊണ്ടെടുത്ത് സാധാരണ ഗതിയിൽ ശ്രീകോവിലിൽ കായ് കൊണ്ടെടുത്ത് കയറണം. ശുഭ്രവസ്ത്രം ധരിച്ച് നമ്മൾ കയറുക, അതാണ് ഏറ്റവും ശരി. പിന്നെ വരികയാണെങ്കിൽ പിന്നെ അതും കഴിയില്ലെങ്കിൽ ചോപ്പ ഭദ്രദേവിയുള്ളതുകൊണ്ട് അതും കഴിഞ്ഞില്ലെങ്കിൽ ഇണത്തോർത്ത് ഉപയോഗിക്കുക. അത് ശുഭ്രവസ്ത്രം ഏറ്റവും നന്നാവും. കാരണം വെച്ചാൽ മല്ലുകൊണ്ട് മതി, സ്വാഭാവികമല്ല. ശുഭ്രവസ്ത്രം എന്ന് പറയുന്നത് തന്നെ അത്രയും ശുദ്ധമായിട്ടുള്ള വസ്ത്രങ്ങളാണ്. അപ്പോൾ ശൈവകല ആയതുകൊണ്ട് ഏറ്റവും ഉചിതം ശുഭ്രവസ്ത്രമായത് മല്ലുകൊണ്ട് എടുത്തിട്ട് അവർ ചെയ്യാം. അപ്പോൾ ആ രീതി പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് തന്ത്രി പറഞ്ഞു കൊടുത്ത രീതിയിലായിരിക്കും അവർ ആചരിക്കുന്നത്. ഇപ്പോൾ കുലാചരണം ആണോ അത് മുമ്പൊക്കെ അറിയില്ല, അത് നമ്മൾ പൂർവികന്മാർ ആചരിച്ച് പോകുന്ന നിയമങ്ങളാണോ അറിയാം. കാരണം നമ്മൾ ഇവിടെ കുറേ കാലം ഇടിയുമ്പോൾ അല്ലെങ്കിൽ നശിച്ചു കിടന്നിട്ട് രണ്ടാമത് ഇതായിരുന്നു. അപ്പോൾ നമ്മൾ മുമ്പുള്ള പൂർവികന്മാർ ആചരിച്ച് പോകുന്ന ആചരണങ്ങൾ ഇതായിരുന്നു എന്ന് നമുക്കറിയില്ലല്ലോ, ആർക്കും അറിയില്ല. ഇവിടെ ഇപ്പോൾ കാരണന്മാരോട് ചോദിച്ചാൽ എങ്ങനെയായിരുന്നു ആചരിച്ച് കുറച്ചാളുകൾ കുറച്ച് കാര്യങ്ങൾ പറയും, കുറച്ച് കാര്യങ്ങളും അറിയാവുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ ആകുമ്പോൾ നമുക്ക് ആ വ്യക്തമായിട്ടൊരു ആചരണത്തിലേക്ക് ആയില്ലല്ലോ. അപ്പോൾ ഇതിനൊരു വ്യക്തമായിട്ടൊരു ആചരണം വരണമെങ്കിൽ ഇതെല്ലാം കൂടി ഒന്ന് ഒരു രീതിയിലായിട്ട് പുനഃസംവിധാനം വരും. അപ്പോൾ കുലാചരണത്തെ നമ്മൾ അത് ഒരു കുടുംബക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ കുടുംബത്തിൽ ഉള്ള ആളുകൾ അല്ലെങ്കിൽ മുതിർന്ന ആളുകൾ അല്ലെങ്കിൽ ആ മുതിർന്ന ആളുകൾ നിർദ്ദേശിക്കുന്ന ആണ് ആചരിക്കേണ്ടത്, മറ്റുള്ള ആളുകളല്ല. നിത്യേന നിയമേന നമ്മളെ കുടുംബക്ഷേത്രത്തിൽ പൂജാതി കർമ്മങ്ങൾ ചെയ്യേണ്ടത് ആ കുടുംബത്തിലുള്ള ആളുകൾ തന്നെ, മറ്റുള്ള ആളുകൾ. അത് ആ കാര്യങ്ങൾക്ക് മന്ത്രങ്ങൾക്ക് പ്രാധാന്യമില്ല. വെച്ച് സങ്കല്പം എന്ന് പറയും. വെച്ച് സങ്കല്പം ഏറ്റവും ലളിതമായിട്ട് അപ്പോൾ വെച്ച് കൊടുക്കുക, നമസ്കരിക്കുക, അത്ര വേറെ ഒന്നുമില്ല. നമുക്കിത് അറിയുള്ളൂ, ഇത് സ്വീകരിക്കണേ. അതിന് രണ്ട് കാര്യങ്ങളാണ്, മനഃശുദ്ധിയും ശരീരശുദ്ധിയും. ഈ രണ്ട് ശുദ്ധി ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ കുലാചരണങ്ങൾ ആ രീതിയിലുള്ള
ആചരണങ്ങളാണ് കുടുംബക്ഷേത്രങ്ങളിൽ വേണ്ടത്. ആ രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിപ്പോൾ. ഇനി കൂടുതൽ കാര്യങ്ങൾ എനിക്ക് അറിയുന്നതനുസരിച്ചുള്ള കാര്യങ്ങൾ, എൻ്റെ പരിമിതിക്ക് അനുസരിച്ചുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ രീതിയിൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാം. ഇനിയിപ്പോൾ നമുക്കിപ്പോൾ ഇതോടനുബന്ധിച്ച് ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലും ചോദിക്കാം. അതിന് എനിക്ക് അറിയുന്നതനുസരിച്ചുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നു. അപ്പോൾ ഇപ്പം നമ്മളിവിടെ കൂട്ടപ്രാർത്ഥന ചെയ്യുന്നുണ്ടല്ലോ. സ്വാഭാവികമായിട്ട് കുടുംബക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു പ്രാർത്ഥനയല്ല വേണ്ടത്. കാരണം നമ്മളിവിടെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യുന്നത് ഇവിടെയുള്ള ദേവതകളുടെ മൂലമന്ത്രം ആണ് നിങ്ങൾ കൂടുതൽ. ഓം നമ ശിവായ, ഓം ഹ്രീം നമ ശിവായ, ഓം നമ ശിവായ കിരാതഘോഷ. ഇതൊക്കെ ദേവന്റെ മന്ത്രം. അതേപോലെ ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളി എന്ന് പറഞ്ഞാൽ ഭദ്രകാളിൻ്റെ മന്ത്ര. അതൊന്നും മന്ത്രങ്ങളൊന്നും നമ്മൾ ഇങ്ങനെ പറയാനുള്ളതല്ല. മന്ത്രങ്ങൾ ആ ദേവതയ്ക്ക് പൂജ ചെയ്യുന്നത് പൂജാരി ഉപയോഗിക്കേണ്ട മന്ത്രം. അത് നമ്മൾ അങ്ങനെ പൊതുവായിട്ട് മന്ത്രങ്ങൾക്കില്ല. അത് അതേ സ്ഥാനത്ത് ഇതിൻ്റെ ധ്യാനങ്ങളോ സ്തുതികളോ നമുക്ക് ചെയ്യാം. ധ്യാനങ്ങളോ സ്തുതികളോ നമുക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ ധ്യാനങ്ങളോ സ്തുതികളോ പറ്റും. ഒരു ദേവന് ഏത് രീതി ആ രീതിയിൽ ധ്യാനങ്ങൾ ചെയ്യാം, ദേവൻ്റെ ധ്യാനങ്ങൾ ചെയ്യാം, സ്തുതിക്കാം, ദേവതയെ സ്തുതിക്കാം. അത് പൊതുവായിട്ടുള്ള കാര്യം. പക്ഷേ മന്ത്രങ്ങൾ, ഒരു ദേവൻ്റെ മന്ത്രങ്ങൾ ഈ രീതിയിലുള്ള കൂട്ടുപ്രാർത്ഥനയ്ക്ക് എവിടെ ഉപയോഗിക്കും? സാധാരണ രീതിയിൽ എവിടെയും ഹലോ സാധാരണഗതിയിൽ കുടുംബക്ഷേത്രങ്ങളിലൊന്നും ഈ രീതിയിലല്ല കൂട്ടപ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ ഒന്ന് ചെറിയ രീതിയിലാണ് നമ്മൾ എഴുതി തയ്യാറാക്കി. എന്താണോ നമ്മളെ കുലദേവത, ആ കുലദേവത ഗുരു മുത്തപ്പനെ സാക്ഷി നിർത്തി, ആ ഗുരു മുത്തപ്പനെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മറ്റ് ദേവതകളെ ഭജിക്കുന്ന, അല്ലെങ്കിൽ ദേവതകളോട് നമ്മൾ വാചകം പറയാമെന്നാണ്. വാചകം പറഞ്ഞിട്ടാണ് കൂട്ടപ്രാർത്ഥന. ഒരേ കാര്യം ഒന്നിച്ച് പറയുന്നതാണ് കൂട്ടപ്രാർത്ഥന. നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ നമ്മൾ ഒരുപാട് നിവേദനങ്ങളാണ് ദേവന് മുമ്പിൽ. കാരണം പറയാൻ പലതുണ്ടാവും. അപ്പോൾ നമ്മൾ മോളെ പരീക്ഷ വരുന്നുണ്ട്, അല്ലെങ്കിൽ മോൻ്റെ പരീക്ഷ വരുന്നുണ്ട്, അത് നല്ല മാർക്ക് കിട്ടണോ, നിങ്ങളുടെ കാര്യം അല്ലെങ്കിൽ വീട്ടിലെ മറ്റുള്ളത്, ഇതല്ല പറയുന്നത്. അപ്പോൾ കൂട്ടപ്രാർത്ഥനയ്ക്ക് അതല്ല പറയാം. ഒരു വാചകം പറയും, നമ്മൾ വാചകം പറഞ്ഞിട്ട് ആ വാചകം ഏറ്റു പറയുമ്പോൾ ഒന്നിച്ച് ഒരേ കാര്യം പറയും. ഒരേ കാര്യം ഒന്നിൽ കൂടുതൽ കാര്യം തവണ പറയുമ്പോൾ അതിന് ഭയങ്കര ഫലം തരും. അതാണ് കൂട്ടപ്രാർത്ഥന. അതാണ് നമ്മൾ ഇന്നലെ എഴുതി തയ്യാറാക്കിയിട്ട് അതിൽ കൂടുതൽ കാര്യമില്ല, പെട്ടെന്ന് എഴുതി ഉണ്ടാക്കിയതിനെ കൊണ്ട് അതിൽ കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്താറുണ്ട്. ആ ഉൾപ്പെടുത്തിയിട്ട് നല്ലൊരു കൂട്ടപ്രാർത്ഥന ആയിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം ഭയങ്കര. മറ്റേ നമ്മൾ അതിൻ്റെ മുമ്പെങ്കിലും ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണെന്നല്ല പറയുന്നത്. പക്ഷെ ആ രീതിയിലല്ല. നമ്മൾ ഒരു ദേവൻ്റെ കുടുംബദേവതൻ്റെ അടുത്ത് നമ്മൾ എല്ലാവരും കൂടി ഒരേ കാര്യം, അതാണ് അപ്പോഴേ അതിന് പ്രാധാന്യം, അപ്പോഴേ അതിനൊരു പ്രാധാന്യം. അതായത് നമ്മൾ ചെയ്യുന്നത് ഒരു ദേവൻ്റെ മൂലമന്ത്രവും അതിൻ്റെ സ്തുതികളൊക്കെ. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ എഴുതി തയ്യാറാക്കി വ്യക്തമായിട്ട് ആ രീതിയിലുള്ള കൂട്ടപ്രാർത്ഥനയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇപ്പം ചെയ്യുന്ന, ഞാൻ ചെയ്യേണ്ടത് പറയുന്നില്ല. കാരണം അതിൻ്റെ ഒരു നമ്മൾ ആധികാരികമായിട്ട് നമുക്ക് പറയാനുള്ളൊരു ഇതായിട്ടില്ല. കാരണം ഞാനിവിടെ ഒരു ഉപദേവതയ്ക്ക് തന്ത്രസ്ഥാനം ഏറ്റെടുത്തു മാത്രമേ ഉള്ളൂ. മെയിൻ ദേവതേൻ്റെ തന്ത്രി വേറെ.
അപ്പോൾ എനിക്ക് ആധികാരികമായിട്ട് പറയുന്ന ഒരു പരിധി, അപ്പോൾ ആരും അത് പറയാൻ പാടില്ല. അപ്പോൾ ആ തന്ത്രീൻ്റെ പരിധിയിൽ വരും. അപ്പോൾ നിങ്ങൾ കൂട്ടപ്പാർത്ത എന്തേ ചെയ്യാവുന്നുള്ളത് പറയാൻ പറ്റും. പക്ഷേ ഇന്നലെ നമ്മളൊരു ഏത് തയ്യാറാക്കിയ കാര്യങ്ങൾ ആ രീതിയിലാണ് കൂട്ടപ്രാർത്ഥന. അപ്പോൾ ആ രീതിയിലായിരിക്കണം വിളിച്ചത്. ഇത്രയും കാര്യങ്ങളൊക്കെ ഇത്രയും കാര്യങ്ങളൊക്കെ എൻ്റെ അറിവിനനുസരിച്ച് നിങ്ങളോട് പറഞ്ഞു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ഇതോടനുബന്ധിച്ച് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചാൽ എനിക്കറിയാവുന്നതാണെങ്കിൽ പറഞ്ഞു തരാം. ഇല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നതിൻ്റെ ഉത്തരം പിന്നൊരിക്കൽ പറയും. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് എന്തെങ്കിലും ചോദിക്കാൻ സംശയങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ ഈ ഇവിടുത്തെ കുടുംബക്ഷേത്രത്തിൽ എങ്ങനെയായിരിക്കണം ആചരിക്കേണ്ടത്, അല്ലെങ്ങനെയാണ് നമ്മൾ ആരെ ആദ്യം തൊഴണം, എവിടെ തുടങ്ങണം, എവിടെ നിന്നാണ് നമ്മൾ തൊഴുത് തുടങ്ങേണ്ടതും, എങ്ങനെയാണ് നമ്മൾ കൂട്ടപ്രാർത്ഥന എന്നുള്ളതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി എന്തെങ്കിലും ഇതോടനുബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, എനിക്കറിയാൻ പറ്റുന്ന കാര്യങ്ങൾ. കോട്ടയം ആ ദേവതയും കൂടി ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ചെയ്യണം, മനസ്സിലായില്ലേ? അത് അവിടെ പ്രാർത്ഥിക്കുമ്പോൾ ആ ദേവതയിലൂടെ ഉൾപ്പെടുത്തിയിട്ട് പ്രാർത്ഥിക്കും. അത് കുഴപ്പമൊന്നുമില്ല, അകത്ത് പ്രവേശിക്കരുത്. കാരണം നമ്മൾ അതിൻ്റെ നിയമങ്ങളൊക്കെ നമ്മളിപ്പോൾ പരിധി നിശ്ചയിച്ചു, ശുദ്ധി ചെയ്തതിന് ശേഷം നിയമങ്ങൾ മാറ്റി. കാരണം എന്താണ്, ഞാൻ നേരത്തെ പറയില്ലേ, നാഗകോട്ടയിലേക്ക് അത്രയും ശുദ്ധി ഉണ്ടെങ്കിലേ കയറാവും. നാഗത്തിന് പെട്ടെന്ന് അശുദ്ധി വരുന്ന ദേവതയാണ്, ഭൂമിയായിട്ട് ബന്ധപ്പെടുന്ന ദേവത. അപ്പോൾ ആ ദേവതയ്ക്ക് അശുദ്ധി വന്നാലൊക്കെ പ്രയാസങ്ങളാണ്, നമുക്കൊക്കെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് അവിടെ കഴിയുന്നത്ര ശുദ്ധി ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ അവിടെ കയറിയാൽ. അല്ലെങ്കിൽ പുറത്ത് നിന്ന് ഒരു ദേവൻ നമ്മൾ ആ സാന്നിധ്യം വരുന്നിടത്ത് നിന്ന് വിളിച്ചാൽ കേൾക്കും. അതിൻ്റെ അടുത്ത് പോയിട്ട് വിളിച്ചാൽ ആ ദേവത അറിയും, മനസ്സിലായി? നമ്മളടുത്തേക്ക് പോയിട്ട് അതിൻ്റെ മുമ്പിൽ തന്നെ പോയി പറഞ്ഞോളന്നില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക, കഴിയുന്ന കാര്യങ്ങൾ. പിന്നെന്താ, ഗുരുവിൻ്റെ അടുത്ത്, ഗുരുമുത്തപ്പൻ്റെ അടുത്ത് വിളക്ക്. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ പരമ്പരയുടെ എവിടെയാണോ തുടങ്ങുന്നത് ആ ഗുരുമുത്തപ്പൻ തുടങ്ങിയിട്ടല്ലേ നമ്മൾ എല്ലാം ഉണ്ടായത്. അപ്പോൾ ഗുരുമുത്തപ്പനിൽ നമ്മളെ ഇവിടെ ഉണ്ടോ, പരമ്പര ഉണ്ടോ? ഇല്ല. അതുമുതലല്ലേ നമ്മളെ പരമ്പര തുടങ്ങുന്നത്. അപ്പോൾ ആ ഗുരുമുത്തപ്പന് പ്രാധാന്യം, നമ്മളെ പരമ്പരൻ്റെ ആളും അതേപോലെ ഈ ദേവതയെ ഉപാസിച്ച് പൂജിച്ച ഇതും കൂടിയല്ലേ. അപ്പോൾ പ്രാധാന്യം എന്താ? ഗുരുവിനാ പ്രാധാന്യം. അപ്പോൾ ഗുരുമുത്തപ്പൻ നമ്മൾ പ്രാദേശികമായിട്ട് പറയുന്ന പേരാ. അപ്പോൾ ആ ഗുരുമുത്തപ്പൻ നമ്മൾ വിളിച്ചു പോരുന്ന ആ ഗുരുമുത്തപ്പൻ്റെ അടുത്ത് ആദ്യം പോയിട്ട് തൊഴുത് ആടെ വിളക്ക് വെച്ച് ആടെ തൊഴുതിന് ശേഷമേ പ്രാധാന്യമാണ്, മനസ്സിലായി? അത് എന്താ സങ്കല്പമാണ്? അപ്പോൾ അതിന് പ്രാധാന്യം ഉണ്ടല്ലോ. ഗുരു തപസ് ഇരുന്ന് ഈ ഉപാസന ചെയ്തിട്ട് ഇപ്പോഴുള്ള ഉപാസനയിൽ കൂടെ ദേവതനെ ദർശിക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അത്രയും കഠിന വ്രതങ്ങളോടുകൂടി അതിൻ്റെ നിഷ്ഠയോടുകൂടി ആചരണിച്ചാൽ അത് ഏത് ദേവതയാണ് ഉപാസിക്കുന്നത്? ഉപാസന എന്നുള്ളതിൻ്റെ ബാക്കിൻ്റെ അർത്ഥം തന്നെ അടുത്തിരിക്കാനാണ്. ആരെ അടുത്ത്? ദേവതേൻ്റെ അടുത്ത്. ആസനം, അടുത്ത് ഇരിക്കുക. അപ്പോൾ ഉപാസന എന്ന് പറയുമ്പോൾ ഏത് ദേവതനെ ഉപാസിക്കുന്നതിനോ ആ ദേവതയെ നമ്മളിലേക്ക് പ്രവേശിക്കാനാണ്. നമ്മളും ദേവതയും ഒന്നാകുന്ന ഇതാണ് സങ്കല്പമാണ് ഉപാസന. ആ ഉപാസനയുടെ ഒരു ദേവതയെ പ്രത്യക്ഷപ്പെടുത്തി അല്ലെങ്കിൽ ആ രീതിയിൽ ഉണ്ടെങ്കിൽ അത്രയും വലിയ യോഗിയാക്കി മാത്രമേ കഴിയൂ, സാധാരണക്കാരന് കഴിയുന്നില്ല. അതാണ് അതിന് പ്രത്യേകത. അതുകൊണ്ട് അവിടെ അതിന് പ്രാധാന്യമുണ്ട്.
അവിടെ പ്രാധാന്യമുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ വിളക്ക് വെച്ചിട്ട് ഏത് രീതിയിലാണോ ആചരിച്ച് വെച്ചാൽ അതും നമ്മൾ കൈവിടാൻ പാടില്ല, അതും സ്മരിക്കണം. അവിടെയും സ്മരിച്ചുകൊണ്ട് വേണം നമ്മൾ കാര്യങ്ങൾ തുടങ്ങാൻ. ഇനി എന്താ, ഇനി എന്തെങ്കിലും ഉണ്ടോ? വേറെ എന്താ? സ്തുതി മണ്ഡപം അത് അവിടെ ആചരണങ്ങളായിട്ടല്ലോ, വിളക്ക് മാത്രമല്ലേ. വിളക്ക് വെച്ച് സ്മരിക്കാന്നായിരുന്നു. കാരണം ആ നമ്മൾ പറയുന്ന വലിച്ചനാരാ, വലിച്ചെന്നുള്ള സങ്കല്പത്തില് നമ്മളെ ഒരു പരമ്പരയിലുള്ള ആളല്ലേ. അപ്പൊ ആ ആളെ ഒന്ന് സ്മരിച്ചിട്ട് വേണം അവിടെ വിളക്ക് വെച്ച് സ്മരിക്കണം. വേറെ പൂജാതി കർമ്മങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ വിളക്ക് വെച്ചിട്ട് ആ ആളെ ഒന്ന് സ്മരിക്കേണ്ടത് മാത്രമേ ഉള്ളൂ. അതുമ്പ് നല്ല ഒരു പൂർവികമായ ആളെ നമ്മൾ സ്മരിക്കാന്ന് പറഞ്ഞാൽ മുന്നോട്ടുള്ള വഴി കാണിക്കുന്നത്. ഗുരു എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? അന്ധകാരത്തെ അകറ്റുന്ന ആണ് ഗുരു. ഗുരുവിന് സങ്കല്പമാണ്. ഗുരുവിന്റെ വാക്കിന്റെ അർത്ഥം അജ്ഞാനമായ ജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനജാല ശാലാകയ ചക്ഷുരുന്മിതം യേന തസ്മൈ ശ്രീ ഗുരു. അപ്പോൾ അന്ധകാരത്തെ അകറ്റി നമുക്ക് വെളിച്ചം നേർവഴി കാട്ടുന്ന ആളാണ് ഗുരു. അതാണ് ഗുരു എന്ന് പറയുന്നത്. ഇനിയെന്താ വേറെ എന്താ? അത് നമ്മള് പിന്നെ ഈ കൂട്ടപ്രാർത്ഥന മാറ്റുമ്പോൾ മാസത്തിലാണോ കൂട്ടപ്രാർത്ഥന? മാസത്തിലൊരു ദിവസമല്ലേ മാസപൂജയും കൂട്ടപ്രാർത്ഥനയല്ലേ ഉണ്ടാവാറ്? ആ രീതിയിൽ തന്നെ പറഞ്ഞു. ആ രീതിയിൽ നിത്യേനം നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ മാസത്തിലൊരിക്കല് മാസപൂജയായിട്ടല്ല നമ്മൾ കൊണ്ടാടുന്നത്. അപ്പൊ ആ മാസപൂജന്റെ ദിവസവും നമ്മൾ കുടുംബക്കാരെല്ലാവരും എത്തുക, കൂട്ടപ്രാർത്ഥന ചെയ്യുക. പൂജ നടക്കുമ്പോൾ കൂട്ടപ്രാർത്ഥന ചെയ്യും. അത് തന്നെയാ ചെയ്യുക. ആ രീതി തന്നെ തുടങ്ങും. അപ്പൊ നമ്മളിപ്പോ ഈ നമ്മളിപ്പോ പാചകം എഴുതിണ്ടാക്കി ആ കാര്യങ്ങളെല്ലാവരും ധരിപ്പിക്കണം. ഇതാണ് നമ്മളെ കൂട്ടപ്രാർത്ഥന. അതിൽ കുറച്ച് കാര്യങ്ങളും കൂടി കൂട്ടി നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ആ രീതിയിലാവണം നോക്കും. മറ്റേത് ഞാൻ ആധികാരികമായിട്ട് ഞാൻ വേണ്ടാന്ന് പറയുന്നില്ല. അത് ആരാണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അപ്പൊ അല്ല നമുക്ക് അത് ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ ആ രീതിയിൽ നമ്മൾ ചെയ്യേണ്ടതല്ല. കാരണം ഒരു ദേവന്റെ മൂലമന്ത്രം ചൊല്ലിയിട്ടെല്ലാം കൂട്ടപ്രാർത്ഥനയില്ല. നമ്മൾ കൂട്ടമായിട്ട് എല്ലാവരും കൂട്ടമായിട്ട് ഒരു കാര്യങ്ങൾ ദേവതയുടെ മുമ്പിൽ പറയുന്നതാണ് കൂട്ടപ്രാർത്ഥന. അത് വാചകമായിട്ടാണ് പറയുന്നത്. മറ്റ് അമ്മേ നാരായണ ആ പറ്റും, ഓം നമഃ ശിവായ. പക്ഷെ ദേവന്റെ മൂലമന്ത്രം പറഞ്ഞിട്ട് എല്ലാ കൂട്ടപ്രാർത്ഥനയില്ല. ഇവിടെ പറയുന്നത് ദേവീന്റെ മൂലമന്ത്രവും പറയുന്നുണ്ട്, കിരാതന്റെയും മൂലമന്ത്രം. രണ്ടാളെ മൂലമന്ത്രം പറഞ്ഞിട്ട് എല്ലാ കൂട്ടപ്രാർത്ഥന. അങ്ങനെ എല്ലാ കൂട്ടപ്രാർത്ഥന സാധാരണ രീതിയിൽ സ്തുതിക്കാൻ നമഃശിവായ പറഞ്ഞിട്ട് കേൾക്കാം. പിന്നെ ഗുരു ബ്രഹ്മ പറഞ്ഞ് അത് ചെയ്യാം. അതേപോലെ തന്നെ അമ്മേനാരായണ അത് ഒക്കെ ചെയ്യാം. അതൊക്കെ ധ്യാനങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ സ്തുതികളാണ് ദേവത. അത് നമുക്ക് ആർക്ക് വേണം ചെയ്യാം. അതിന് നിയമങ്ങളില്ല. നിയമങ്ങളുണ്ട്. മന്ത്രങ്ങൾ ഉപയോഗിക്കുന്ന നിയമങ്ങൾ. ആ രീതിയിലുള്ള മന്ത്രങ്ങൾ പൂജാതി കർമ്മങ്ങളിലാണ് മന്ത്രങ്ങൾ. അപ്പോൾ അത് നമ്മൾ ഉറക്കെ വിളിച്ചു പറയാം, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചൊല്ലേണ്ട കാര്യമില്ല. ആ മന്ത്രങ്ങൾക്ക് ഒരു മന്ത്രം ജപിക്കുകയാണെങ്കിൽ അത് ഋഷി ഛന്ദസ് ദേവത എന്ന് പറഞ്ഞൊരു സങ്കല്പം. ഈ മന്ത്രങ്ങളെ ഉണ്ടാക്കിയ ഋഷി ഉണ്ട്. അപ്പോൾ അവരെ സ്മരിച്ചിട്ട് മന്ത്രം ചൊല്ലുമ്പോൾ ഫലം കിട്ടും. അപ്പോൾ അല്ലാതെ നമ്മൾ മന്ത്രം ജപിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഗുരുമുഖത്തു നിന്ന് തന്നെ മന്ത്രം സ്വീകരിക്കണം എന്ന് പറയാറുണ്ട്. സാധാരണ ഒരു ഗുരുവിൻ്റെ അടുത്ത് നിന്ന് മന്ത്രം സ്വീകരിച്ചാലേ മന്ത്രം പൂർണ്ണത വരുള്ളൂ, അല്ലെങ്കിൽ ഫലം കിട്ടും. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ.
നമുക്ക് എഴുതിയില്ല. അപ്പോൾ നമ്മൾ ഈ എളിയ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. നല്ല വാക്കു ചൊല്ലണം, നന്മ ചെയ്തു വാഴണം, നാമഘോഷമെന്നുമെൻ്റെ നാവിലായി വന്നിടണം. നല്ല ചിന്തകേകണം, മനസ്സു ശുദ്ധമാകണം, നിത്യനായ ചിൽപ്രകാശരൂപനെ വണങ്ങണം. പൊൻചിലമ്പു കൊഞ്ചിടുന്ന പിഞ്ചുപാദമോർക്കണം, ആ പദാബ്ജം തന്നിലാ സദാ നമിക്കുന്നു ഞാൻ. എല്ലാവർക്കും നമസ്കാരം.